വിശദമായി കടക്കുകയാണ്. വർക്കലയിൽ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി. ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും സോനുവിനെ തള്ളിയിട്ടത്. മദ്യപിച്ചെത്തിയ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിച്ചു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. സീറ്റിനടുത്തു നിന്നും മാറാത്തത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാൻ കുര്യൻ വിശദമായി ചേരുന്നു. എന്തായാലും പ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകുന്നു എന്നതാണല്ലോ ഡാൻ ഏറ്റവും പുതിയ കാര്യം. എന്താണ് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ സാഹചര്യം എന്താണ്? സജിത്ത്, തലയ്ക്കും അതോടൊപ്പം അടിവയറ്റിലുമാണ് ഈ 19-കാരിക്ക് സാരമായി പരിക്കേറ്റിരുന്നത്. അങ്ങനെയാണ് ഈ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും അബോധാവസ്ഥയിലാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ആദ്യം വർക്കലയിലെ മിഷൻ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് പിന്നീട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിക്കുകയും ഈ സ്ഥിതി അല്പം വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തത്. പിന്നീട് ഇന്ന് രാവിലെയോടെ ആരോഗ്യനില വീണ്ടെടുക്കുകയായിരുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ റെയിൽവേയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അടക്കം സേവനം അവിടെയുണ്ട്. കൃത്യമായി തന്നെ ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അവർ എല്ലാവരും നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഈ അബോധാവസ്ഥയിൽ നിന്ന് മാറിയിട്ടുണ്ടോ, അബോധാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പക്ഷേ കൃത്യമായൊരു വിവരം പോലീസ് ഉദ്യോഗസ്ഥരോ ഡോക്ടർമാരോ ഇപ്പോൾ ഏതായാലും പങ്കുവെക്കുന്നില്ല. ഐസിയുവിലേക്ക് മാറ്റിയിരിക്കുന്നു. വെന്റിലേറ്ററിൽ നിന്ന് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് രാവിലെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ ദാരുണമായ സംഭവത്തിൽ പ്രതി കുറ്റം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്, സീറ്റ് മാറി നൽകാൻ തയ്യാറാകാതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് ഈ രണ്ട് യുവതികളെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്, RPF ഉദ്യോഗസ്ഥരോട് പനച്ചിമൂട് സ്വദേശിയായ പ്രതി സുരേഷ് കുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് ഇയാളെ CJM കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയും. യെസ് ഡാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഡാൻ, ഈ ഇന്നലെ ഈ പ്രതി സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. മദ്യലഹരിയിൽ നിന്നുകൊണ്ട് താനല്ല മറ്റൊരു അയൽ സംസ്ഥാനക്കാരനാണ് ആക്രമിച്ചതെന്നായിരുന്നു ഇയാൾ വാദം. അതായത് താനല്ല കുറ്റക്കാരൻ എന്ന വാദം ഉയർത്താനാണ് ഇന്നലെ ശ്രമിച്ചതെങ്കിൽ പിന്നീട് പ്രതി പോലീസിനോട് ചോദ്യം ചെയ്യലിനിടയിലാണോ കുറ്റം സമ്മതിച്ചത്? ഇക്കാര്യം പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടോ? ആദ്യം മദ്യലഹരിയിലായിരുന്നു. പരസ്പര വിരുദ്ധമായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ഈ പ്രതി സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് തടഞ്ഞുവെക്കുകയും കൊച്ചുവേളിയിൽ വെച്ച് RPF ഉദ്യോഗസ്ഥർക്ക് ഇതേ ട്രെയിനിലെ കേരള എക്സ്പ്രസിലെ പാസഞ്ചർ ഈ ജനറൽ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന യാത്രക്കാർ തന്നെ RPF ഉദ്യോഗസ്ഥർക്ക് ഈ സുരേഷ് കുമാറിനെ കൈമാറുകയും ചെയ്തു. അപ്പോൾ മുതൽ മെഡിക്കൽ പരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴുമൊക്കെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്കുമെല്ലാം പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് ഈ സുരേഷ് കുമാർ നൽകിക്കൊണ്ടിരുന്നത്. തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെയാണോ എന്നോട് നിങ്ങൾ പെരുമാറുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യം വന്നത്. പിന്നീട് ഈ RPFന്റെ നമ്മളിപ്പോഴുള്ള തമ്പാനൂരിലെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യവെയാണ് ഈ ഉണ്ടായ സംഭവങ്ങൾ ഉദ്യോഗസ്ഥരോട് ഇയാൾ വിവരിച്ചത്. അങ്ങനെയാണ് അമിത മദ്യാസക്തിയിലായിരുന്നു പ്രതി. പെട്ടെന്ന് ഈ പ്രകോപനത്തിലേക്ക്, സീറ്റിൽ നിന്ന് മാറി നൽകാൻ പെൺകുട്ടികളോട് ആവശ്യപ്പെടുന്നു. അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. പെട്ടെന്ന് പ്രകോപനത്തിൽ ഇരുവരെയും ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഒരാൾ ചവിട്ടേറ്റ് പുറത്തേക്ക് വീഴുന്നു. ഇതാണ് സംഭവിച്ചത്. മറ്റൊരാൾ തലനാടിരയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് ഈ അർച്ചന തന്നെ, ഈ 19-കാരിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതല്ലായിരുന്നെങ്കിൽ സമീപത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് ഇവരെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. സാധാരണ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഇരിക്കുന്ന പടിയിൽ അല്ലെങ്കിൽ കയറി വരുന്ന പടിയിൽ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ട്രെയിൻ യാത്രക്കിടയിൽ തർക്കങ്ങൾ ഇങ്ങനെ സ്വാഭാവികമാണ്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ശക്തമായി ചവിട്ടുകയും ഈ 19-കാരിയായ പാലോട് സ്വദേശിക്ക് തെറിച്ച് പുറത്തേക്ക് വീഴുകയുമായിരുന്നു വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച്. അങ്ങനെയാണ് ഈ സാരമായി തലയ്ക്കും മറ്റ് ശരീരഭാഗങ്ങൾക്കും പരിക്കേൽക്കുന്ന തരത്തിലേക്ക്, ആന്തരിക രക്തസ്രാവത്തിന് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതാണ് ഡാൻ. എന്തായാലും ഞാൻ മടങ്ങി വരാൻ കാത്തിരിക്കുക. ഇതിനിടയിൽ ഇന്നലെ ഈ
സോനയുടെ സുഹൃത്ത് അർച്ചനയുടെ പ്രതികരണം കൂടി വന്നു. തങ്ങൾ എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത്, ഈ പ്രതിയുടെ ഇടപെടൽ എന്തായിരുന്നു എന്ന കാര്യം കൂടി അർച്ചന പറയുന്നു. ഞെട്ടിക്കും ആ വാക്കുകൾ. ഒരിക്കൽ കൂടി അർച്ചനയുടെ വാക്കുകളിലേക്ക്. അത് ഞങ്ങൾ നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആള്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു, അപ്പോഴാണ് ചവിട്ടി തള്ളി ഇട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ്. ജനറൽ കമ്പാർട്ട്മെന്റ്? അത് ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനം ഒന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കേട്ടു രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവന്ന്. നാട് ആലുവയാണ്? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ. നമ്മളിവിടെ പോയിട്ട് വരാം. അർച്ചന എന്ന സുഹൃത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടുക. നോക്കുക, എത്ര കണ്ട് ക്രൂരമാണ് ആ കുട്ടി. പ്രതികരിക്കുമ്പോൾ ആ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല. ഒരു പ്രതി യാതൊരു പ്രകോപനവുമില്ലാതെ ഇത്തരം അക്രമം നടത്തുക. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കായ ആളുകൾ നിരവധിയായി യാത്ര ചെയ്യുന്ന ഇടമാണ് ജനറൽ കമ്പാർട്ട്മെന്റ്. പലപ്പോഴും വലിയ ആൾത്തിരക്കുണ്ടാവും, വലിയ ഇടിയും ബഹളവും ഒക്കെ ഉണ്ടാവുന്ന ഇടമാണ്. അവിടെ ഇത്തരമൊരു അവസ്ഥ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്നു എന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് നമ്മുടെ ട്രെയിനുകളിൽ സംഭവിക്കുന്നു എന്ന ഗുരുതരമായ ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നത്. തൻ്റെ മക്കളെയൊക്കെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന അമ്മമാർക്ക്, അച്ഛന്മാർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തയായി കൂടി ഇത് മാറുകയാണ്. നമുക്ക് വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാം. നാളുകൾക്ക് മുമ്പ് സമാനമായ ഒരു അനുഭവം ട്രെയിനിൽ വെച്ച് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയും ഉണ്ടായി, പാർവതി സത്യദേവന്. പാർവതി തന്നെ എനിക്കൊപ്പം ചേരുന്നുണ്ട്. പാർവതി യഥാർത്ഥത്തിൽ വലിയൊരു നിയമ പോരാട്ടം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നടത്തിയത്. കാരണം യാത്രക്കിടയിൽ സഹപ്രവർത്തകരായ അപ്പുറം ഉണ്ടായിരുന്ന ആളുകൾ നടത്തുന്ന ഇടപെടലുകൾ, അവർ പാർവതിക്ക് നേരെ നടത്തിയ ചില അധിക്ഷേപങ്ങൾ, ഇതിനെതിരെ നിയമ പോരാട്ടം കൂടി പാർവതി ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ട്രെയിനുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാർക്കും സംഭവിക്കാം എന്ന കാര്യം കൂടിയാണ് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി നമുക്ക് ഇപ്പോൾ ഓർത്തെടുക്കാനാവുന്നത്. പാർവതി, യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്തായിരുന്നു? എത്ര നാൾ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്? അതിനുശേഷം നമുക്കിതിൻ്റെ പൊതു സാഹചര്യത്തിലേക്ക് വരാം. സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ നാളെ 4 വർഷമാകും. നവംബർ 4-നായിരുന്നു ആ സംഭവം ഉണ്ടായത്, 4 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഞാനും എൻ്റെ ഭർത്താവും അദ്ദേഹവും ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് നിന്നും മലബാർ എക്സ്പ്രസ്സിൽ, എൻ്റെ വീട് വർക്കലയാണ്, ഞാൻ വർഷങ്ങളായി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ അനുസരിച്ച് നമുക്ക് പലപ്പോഴും രാത്രിയായിരിക്കും പോകുക, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. അവധി കഴിഞ്ഞ് രാത്രി പോകുമ്പോൾ പലപ്പോഴും ട്രെയിനുകളിൽ ആളൊക്കെ കുറവാണ്. ഒപ്പം പോലീസുകാരുണ്ടാവില്ല. അങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊപ്പം എൻ്റെ ഹസ്ബൻഡ് കൂടി ഉണ്ടായിരുന്നൊരു സമയത്ത് എനിക്ക് നേരിട്ട ദുരനുഭവമാണ് ഞങ്ങൾക്ക് ഏറെ ഒരു ഷോക്കായി പോയത്. കാരണം ലഹരിക്കടിമയായ 2 യുവാക്കളുടെ ആക്രമണമാണ് നമുക്ക് നേരെ ഉണ്ടായത്. അന്ന് വർക്കല ഇറങ്ങേണ്ടത് ഞങ്ങൾക്ക് വർക്കല ഇറങ്ങാൻ സാധിച്ചില്ല.